ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് കാലമായി ഹൈറിച്ചിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഹൈറിച്ചിനെ കുറിച്ച് ഇനി എന്ത് ചെയ്യാനാണ്, എന്ത് പറയാനാണ്? വിഡ്ഢികൾ എപ്പോഴും ജന്മനാ വിഡ്ഢികൾ എപ്പോഴും വിഡ്ഢികളായി തന്നെ നിൽക്കും എന്നുള്ളതാണ്. ഒരു ബിസിനസ്സും ഇല്ലാത്തൊരു കമ്പനി ഇങ്ങനെ വാരിക്കോരി മണി ചെയിൻ നടത്തി പണം വിതരണം ചെയ്തപ്പോൾ അതിൽ വിദ്യാഭ്യാസം ഉള്ളവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനും എല്ലാവരും തന്നെ അതിൽ അകപ്പെട്ടു പോയി എന്നുള്ളതാണ്. എന്നിട്ടും അതിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ബോധം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്നുള്ളത്. എന്നാൽ ഇപ്പോഴും ഗ്രെയിൻകോ തട്ടിപ്പ് വീരൻ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്ന് 16 മാസം ജയിലിൽ കിടന്ന് ഒരുത്തനെ വിശ്വസിച്ചിട്ട് ഇപ്പോഴും പ്രതാപൻ സാറേ നമുക്ക് കേസ് വേഗമാകണം, നമുക്ക് ജയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ശക്തി പകരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ ഒരു തട്ടിപ്പ് പിടിക്കപ്പെട്ടപ്പോൾ അടുത്ത തട്ടിപ്പ് കേരളത്തിൽ മാത്രമാണ് മണി ചെയിൻ പ്രശ്നം. മറ്റ് സംസ്ഥാനങ്ങളിൽ തട്ടിപ്പ് നടത്തിയാലൊന്നും പ്രശ്നമില്ല, അത് കുറച്ച് കൈക്കൂലി കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തും നമ്മൾ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാലം നടന്നിട്ടുണ്ടായിരുന്നു. ഹൈദരാബാദിലേക്ക് മാറ്റും, അതിനൊക്കെ ഉമ്പിക്കയാണ് അതിൻ്റെയൊക്കെ ചുക്കാൻ പിടിച്ചത്. പിന്നെ അതിനുവേണ്ടി മീറ്റിംഗ് നടത്തി ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശ്രീന പ്രതാപൻ എന്ന് പറയാൻ പാടില്ല, ശ്രീനയുടെ വോയിസൊക്കെ ഇപ്പോഴും കറങ്ങി കിടക്കുന്നുണ്ട്. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ പറ്റിക്കാൻ കഴിവുള്ളവരെ മാത്രം കൂട്ടി വരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കേസുണ്ടായിരുന്നു ഇഡിയുമായി ബന്ധപ്പെട്ട്. ഇവരുടെ ജാമ്യം, ഇഡി കേസിൽ ജാമ്യം കൊടുത്തത് എന്ന് പറയുന്നത് എല്ലാ FIRലും ജാമ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ സെറ്റിൽമെൻറ്റിന് കമ്പനി ശ്രമിക്കുകയാണ്. സെറ്റിൽമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തങ്കപ്പെട്ട MD വേണം, അയാളുണ്ടെങ്കിൽ സെറ്റിൽമെൻറ്റ് ശരിയാവുള്ളൂ, എല്ലാവർക്കും പൈസ കൊടുക്കാൻ നമ്മൾ റെഡിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് കോടതി പറഞ്ഞു, ജനങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ, സെറ്റിൽമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഇയാളുടെ ആവശ്യമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്നാൽ പിന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ രീതിയിലാണ് വിചാരണ കോടതി ഇയാൾക്ക് ജാമ്യം കൊടുക്കുന്നത്. എന്നാൽ ED അത് കണ്ടെത്തി, ഇത് സെറ്റിൽമെൻറ്റ് ഇവർക്ക് നടത്താൻ സാധ്യമില്ല എന്നും ഇത് ഏറ്റവും വലിയ തട്ടിപ്പാണെന്നും വിദേശത്തേക്ക് പണം കടത്തിയിട്ടുണ്ട്, ഇവർ നടത്താത്ത തട്ടിപ്പുകളില്ല എന്നൊക്കെ പറഞ്ഞ് ED കോടതിയിൽ പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അതിനെതിരെ എതിർകക്ഷികൾ കൗണ്ടർ അഫിഡവിറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ നവംബറിൽ ഫയൽ ചെയ്ത കേസിൽ ഇതുവരെയായിട്ടും 9 മാസമായിട്ടും ഇതുവരെയും കൗണ്ടർ ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കൗണ്ടർ ഫയൽ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ വേണ്ടേ, എന്നാലല്ലേ കൗണ്ടർ ഫയൽ ചെയ്യുമോ. അപ്പോൾ കൗണ്ടർ ഫയൽ ചെയ്താൽ മാത്രമേ കോടതിക്ക് അതിലെ വാദങ്ങൾ ശരിയാണോ, ഇവർ പറയുന്നത് തന്നെയാണോ കാര്യങ്ങൾ, എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നൊക്കെ നോക്കി ഇതിൽ വിധി പ്രസ്താവിക്കാൻ സാധിക്കുമല്ലോ. ഇപ്പോൾ അവസാനമായിട്ട് ഇവരുടെ പ്രഗത്ഭ വക്കീൽ, ബഡ്സ് എഴുതിയ വക്കീൽ, അങ്ങനെ തന്നെ പറയണം, ബഡ്സ് നിയമം ഉണ്ടാക്കിയ വക്കീൽ, ഈ വിഡ്ഢികൾ എന്ത് പറയുന്നു അത് വെച്ച് വിഡ്ഢിത്തായി. അപ്പോൾ പരമവിഡ്ഢികളാണ് ഇവർ. അപ്പോൾ ബഡ്സ് എഴുതിയ വക്കീലൊക്കെ ഹാജരായിട്ടുണ്ടായിരുന്നു. സാർ നമുക്ക് ഒരാഴ്ചയും കൂടി സമയം വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവസാനമായിട്ടുള്ള ഒരാഴ്ച കൊടുത്തിരിക്കുകയാണ്. ആ ഒരാഴ്ച കൗണ്ടർ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ കൗണ്ടർ ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് ഇവർക്കൊന്നും പറയാനില്ല. ഇവർ ആ ജാമ്യം നേടിയത് തട്ടിപ്പിലൂടെയാണ്, കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ
പ്രതാപൻ്റെ ജാമ്യം റദ്ദാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. വേറെ ഒരു കാര്യം പറയാനുള്ളത്, പ്രതാപന് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് തന്നെയാണ് പരമസുഖം എന്ന് പറയുന്നത്. എല്ലാം കൊണ്ടും ജീവിതം മടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാം കൊണ്ടും എന്ന് പറഞ്ഞാൽ അത് വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല. എല്ലാം കൊണ്ടും അപമാനിക്കപ്പെട്ട് ലജ്ജയില്ലാതെ ഒരു തരത്തിലുള്ള ഇതുമില്ലാതെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു, ഇതിനേക്കാൾ സുഖം എനിക്ക് ജയിലിലായിരുന്നു, ഒന്നും കാണുകയും കേൾക്കുകയും വേണ്ട. അതുകൊണ്ട് പ്രതാപൻ്റെ ജാമ്യം വേണമെന്ന് ഇനി പ്രതാപൻ ആഗ്രഹിക്കില്ല. പ്രതാപന് ജയിലാകുമ്പോൾ എന്തായാലും പട്ടിണി കിടക്കാതെ ജീവിക്കാം, ഒന്നും കാണുകയും കേൾക്കുകയും വേണ്ട എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരിപ്പോൾ ഇവരെ കാണാൻ പോയിട്ട് സങ്കടം പറയുന്നുണ്ട്. ഉളുപ്പില്ലായ്മ എന്ന് മാത്രമേ ഈ ഒരു നടപടിയെ കാണാൻ പറ്റൂ. ഇത്രയുമായിട്ടും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ ഈ കള്ളന്മാരെ ആശ്രയിച്ച് ഇവർക്ക് പണം തള്ളിത്തരും എന്ന് വിചാരിച്ച് ഒരു അപേക്ഷ പോലും കൊടുക്കാതെ നിൽക്കുന്ന ഒരു കൂട്ടം പമ്പര വിഡ്ഢികളാണ് അവർ. മണീച്ചൻ 18 ലെവലിൽ പൈസ വീഴ്ച കൊടുത്ത ഒരു കമ്പനി ആണ് എന്ന് ഇവർക്ക് ഇപ്പോഴും ബോധ്യം വന്നിട്ടില്ല. അവരിപ്പോഴും വിചാരിക്കുന്നത് കമ്പനി തിരിച്ചു വരും, നമ്മളിട്ട 5 ലക്ഷം 55 ലക്ഷമായി മടക്കിത്തരും, അല്ലെങ്കിൽ 10,000-ന് 30,000 കിട്ടും എന്നൊക്കെയാണ് ഇവരിപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഇവരുടെ കേസ് വലിച്ചു നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവരുടെ തന്ത്രമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. ഒരിക്കലും ജയിക്കാൻ കഴിയില്ലാത്ത നിരവധി തെളിവുകളുള്ള ഒരു കേസ് മാക്സിമം വലിച്ചു കൊണ്ടുപോയി നിക്ഷേപകരിൽ നിന്നുള്ള അവരുടെ പ്രതികരണം തണുപ്പിക്കുക എന്നുള്ളതാണ് വക്കീലന്മാരും ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് വലിയ നിങ്ങളെ അറിയിക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അടുത്ത വീഡിയോയും വരും. അതുവരേക്കും